ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് US മെഗാ മില്യണെ കുറിച്ചും US പവർ ബോളിനെ കുറിച്ചാണ്. രണ്ടും ഇപ്പോൾ ഏറ്റവും വലിയ ജാക്ക് പോട്ട് എമൗണ്ടാണ് സമ്മാനം നൽകുന്നത്. US മെഗാ മില്യൺ എന്ന് പറയുന്നത് ഏകദേശം $672 മില്യൺ US പവർ ബോൾ $526 മില്യൺ ആണ്. ഇന്ത്യൻ രൂപ എന്ന് പറയുമ്പം US മെഗാ മില്യൺ 6475 കോടി രൂപയാണ് ഇന്ത്യൻ രൂപ ഒന്നാം സമ്മാനം കൊടുക്കുന്നത്. പവർ ബോളിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ഏകദേശം 5068 കോടിയാണ്. അതായത് ഒന്നാം സമ്മാനം 5068 കോടി. അപ്പോൾ ഈ രണ്ട് നറുക്കെടുപ്പുണ്ട്. ഒന്ന് ഇന്നാണ് നറുക്കെടുപ്പ്, അതായത് നാളെ രാവിലെ നമുക്കിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. മെഗാ മില്യൻ്റെത്. പവർ ബോളിൻ്റെത് നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. അതായത് $526 മില്യൺ US പവർ ബോൾ. അപ്പോൾ രണ്ടും യുഎസിൻ്റെ ലോട്ടറിയാണ്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ എടുക്കുക, മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. നമുക്ക് ഇതിൻ്റെ സമ്മാനങ്ങൾ മറ്റ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അത് കുറേ ആളുകൾ ഡൗട്ട് ചോദിക്കേണ്ടത് ഗൾഫിൽ നിന്ന് എങ്ങനെ എടുക്കുക, മറ്റ് കാര്യങ്ങൾ. ഗൾഫിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഒന്നുകിൽ ലോട്ടോ ഏജൻറ്റ് അവൈലബിൾ ആണ് അവിടെ ഗൾഫിൽ. ഈ ലോട്ടോ ഏജൻറ്റിൽ കൂടെ എടുക്കാവുന്നെങ്കിൽ, അല്ലെങ്കിൽ ലോട്ടറി തന്നെ എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ VPN ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. VPN ഓൺ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതൊന്നും അവിടെ ഇല്ലീഗൽ അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. VPN എടുത്ത് യൂസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ലോട്ടറി നിന്നാണെങ്കിലും ലോട്ടോ ഏജൻറ്റ് നിന്നാണെങ്കിൽ VPN യൂസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എടുത്തു നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അതായത് ഒന്നാം സമ്മാനം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുത്തു എന്നുള്ളതിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ക്ലെയിം ചെയ്തു എന്നുള്ളതിലാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ എന്തായാലും നമ്മൾ ഇത്രയും വലിയ സമ്മാനം ആകുമ്പോൾ നമ്മൾ അവിടെ USA പോയിട്ട് തന്നെ നമുക്ക് ക്ലെയിം ചെയ്യണം ഒന്നാം സമ്മാനം. അല്ലാതെ അവർ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ആവും, നമുക്ക് അത് ലഭിക്കില്ല. നമ്മൾ അവിടെ പോയിട്ട് ക്ലെയിം ചെയ്യണം. വിന്നിങ് സർട്ടിഫിക്കറ്റ് മറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ തരും. അത് നമ്മൾ ക്ലെയിം ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ രണ്ട് സമ്മാനങ്ങളായാലും US പവർ ബോൾ ആയാലും US മെഗാ മില്യൺ ആയാലും നമ്മൾ ഒന്നാം സമ്മാനം അവിടെ പോയി കളക്ട് ചെയ്യണം. ഇത് മാത്രമല്ല, വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നാം സമ്മാനമുള്ള, ഇപ്പോൾ ഈ ഗൾഫ് ലോട്ടറി ആണെങ്കിൽ, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് ലോട്ടറി എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അവിടെ പോയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യണം. നമുക്ക് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി പോസിബിൾ അല്ല. നമ്മൾ ഇവിടെ ബ്ലോക്ക് ആവും. നമ്മൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അങ്ങനെയാണ്. US മെഗാ മില്യൺ ആണ് ഏറ്റവും കൂടുതൽ പ്രൈസ് കൊടുക്കുന്നത്. മെഗാ മില്യൻ്റെ ഒന്നാം സമ്മാനം 6 നമ്പറിനാണ്. 6 നമ്പർ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 6000 കോടി രൂപയാണ് നമുക്ക് ലഭിക്കുക. ഭാഗ്യം എങ്ങനെയാണെന്നറിയില്ല. ചിലപ്പോൾ നമ്മൾ ഏത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗ്യത്തിലാണ് ഇതിൻ്റെ എല്ലാം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ കഴിയുന്നൊരു മാക്സിമം എടുക്കുക. കാരണം ഇങ്ങനത്തെ ഒരു ലോട്ടറി ഒരു പ്രാവശ്യം അടിച്ചാൽ മതി, പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ലൈഫ് സെറ്റിലാണ്. അപ്പോൾ നിങ്ങൾ ഇത് എടുക്കുന്നതിന് മുന്നേ ലോട്ടറിൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മളിതിൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്, മറ്റ് കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പേരുള്ള ID പ്രൂഫ്, വോട്ടർ ID അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് ഇത് കൊടുത്താൽ മതി. വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്നാം സമ്മാനമാണ് അങ്ങനെ. രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് 5 നമ്പറിനാണ്. 5 നമ്പറിന് അത്യാവശ്യം നല്ല ഹ്യൂജ് എമൗണ്ട് ഇവർ കൊടുക്കുന്നുണ്ട്. കാരണം ടിക്കറ്റ് പ്രൈസ് ഇത്തിരി കൂടുതലാണ്. ഏകദേശം 1000 രൂപയുടെ അടുത്താണ് മെഗാ മില്യൺ ടിക്കറ്റ് വരുന്നത്. രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് 5 നമ്പറിന് ഏകദേശം $10 മില്യൺ ആണ് വരുന്നത്. ഏകദേശം 96 കോടി രൂപയാണ് രണ്ടാം സമ്മാനം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വില കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. സിൻഡിക്കേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാവുന്ന താഴെ ഉണ്ടാവും. ട്രൈ അതർ വേസ് ടു പ്ലേ സിസ്റ്റമാറ്റിക് സിൻഡിക്കേറ്റ് ബണ്ടിൽ. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പായിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ അതിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കാണാം. 250 ലൈൻസ്, 250 ലോട്ടറി ടിക്കറ്റിന് ടോട്ടൽ 200 ഷെയറാണ് വരുന്നത്. 111 ഷെയർ ബാക്കിയുണ്ട്. ഇതിന് $21 വരും. $21 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 250 ടിക്കറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അതായത് 250 ഭാഗ്യം നമുക്ക് പരീക്ഷിക്കാം. അതിൽ കുറഞ്ഞതുണ്ട്. 100 ലൈനുണ്ട്, 56 ലൈനുണ്ട്. 56 ടിക്കറ്റ് ആണെങ്കിൽ ടോട്ടൽ 50 ഷെയറാണ്. അതിന് വരുന്നത് വെറും $20 തന്നെയാണ്. കാരണം 50 ഷെയർ മാത്രമേ ഉള്ളൂ. അത് 250 ലോട്ടറി എന്ന് പറയുമ്പോൾ 200 ഷെയർ എന്നുണ്ട്. 56 ലോട്ടറി 50 ഷെയറാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 50 ഷെയറായിട്ട് പോകും. നമുക്ക് ഒരു 5000 കോടിയാണെങ്കിൽ ഒരാൾക്ക് 100 കോടി വെച്ചിട്ടാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അത് ടാക്സ് കഴിച്ചിട്ടുള്ള എത്ര എമൗണ്ട് അങ്ങനെ അതിൽ
അപ്പോൾ അതങ്ങനെ പോവും നമ്മൾ ഗ്രൂപ്പായിട്ട് എടുക്കുമ്പോൾ. പക്ഷേ നിങ്ങൾക്ക് കുറേ ടിക്കറ്റുകൾ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് US മെഗാ മില്യണും US പവർബോളും വരുന്നത് സെയിം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ടിക്കറ്റ് പ്രൈസ് കുറവാണ് US പവർബോൾ US മെഗാ മില്യണെ കമ്പയർ ചെയ്യുമ്പോൾ. പവർബോളിലും നമുക്ക് സിൻഡിക്കേറ്റ് ഗ്രൂപ്പായിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം സമ്മാനം 6 നമ്പറിനാണ്. 6 നമ്പർ മാച്ച് ചെയ്യേണ്ടത് നമുക്ക് ഏകദേശം 5000 സംതിങ് കോടി ലഭിക്കും. പക്ഷേ അതിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 500 രൂപയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. മറ്റേത് 1000 രൂപയാണ്. പക്ഷേ സെക്കൻഡറി പ്രൈസ്, അതായത് സെക്കൻഡ്, തേർഡ്, 4, 5 നമ്പേഴ്സിൽ നമുക്ക് വിൻ ചെയ്യുകയാണെങ്കിൽ കുറേ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാൻസ് മിസ്സാക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ലോട്ടറി ഇങ്ങനെ എടുക്കുന്ന നോക്കാം. മെഗാ മില്യൺ ആയി ഒറ്റ നമ്പർ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ എല്ലാം ഇതേപോലെ തന്നെ സിൻഡിക്കേറ്റ് ആയാലും സിംഗിളായിട്ടാണ് എൻട്രി ആണെങ്കിലും ഒക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഓർഡർ എന്നുള്ളത് കൊടുക്കുക. ഓർഡർ എന്ന് കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാനാണ് പറയുക. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. അക്കൗണ്ട് ഇല്ലാത്തൊരു സൈനപ്പ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ കൊടുത്തതാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. 1059 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. UPI പേയ്മെൻറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതല്ല കാർഡ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. UPI പേയ്മെൻറ്റ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. ഇതിൽ പേഴ്സണൽ ID എന്നുള്ളത് ചോദിക്കും. അത് നിങ്ങളുടെ യൂസർ നെയിം കൊടുത്താൽ മതി, അല്ലെങ്കിൽ മെയിൽ ID കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് QR കോഡ് കാണാം, അല്ലെങ്കിൽ Paytm, ഫോൺപേ വഴി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന UPI എന്ന് പറയുന്നത് അതിലേക്ക് അയച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ, അതായത് നിങ്ങളുടെ UTR ട്രാൻസാക്ഷൻ നമ്പർ 12 അക്ക ഡിജിറ്റ് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഗ്രൂപ്പായി എടുക്കേണ്ടവർക്ക് സിൻഡിക്കേറ്റ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. കൂടുതൽ വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.